ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരി ഇവിടെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇത് എന്തരിയാണ്? വസുമതി അരിയാണിത്. അതൊരു എത്ര ഗ്ലാസ് ഒക്കെ ഉണ്ടാവും? ഒരു കിലോ വസുമതി റൈസാണ്. അത് കഴുകി ഊറ്റി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യം അരമണിക്കൂർ അതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള കാര്യം. അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് ശേഷമാണ് നമ്മൾ ഈ ഒരു ബസുമതി റൈസ് 1 കിലോ അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള എന്താണ് സവാള, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു സവാള ഒരു 3 എത്ര ഉണ്ടാവും? 1/4 കിലോ. എണ്ണാനൊന്നും നിൽക്കണില്ല, അമ്മയുടെ ഇതനുസരിച്ച് ഒരു 1/4 കിലോ സവാള ഉണ്ടാവും. കാരണം എണ്ണയാലും തീരെയൊന്നുമില്ലല്ലോ. പിന്നെ പച്ചമുളക് എണ്ണ ഒരു 5 പച്ചമുളക് ഉണ്ട്. അതിനുശേഷം 3 പച്ചമുളക് മതി കേട്ടോ. അത് മറ്റേത് 2 പച്ചമുളക് അഡീഷണൽ ആയിട്ട് ഒരു ഭംഗിക്ക് വെച്ചേക്കണേണ്. പിന്നെ ഒരു പിടിയോളം വെളുത്തുള്ളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഒരു പിടി എന്ന് പറയുമ്പോൾ ചിലർക്ക് എന്താ പറയുക, അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിത് ഇത്രയും വെളുത്തുള്ളി, അതായത് ഒരു ഫുള്ള് ഉണ്ടാവും വെളുത്തുള്ളി. ഒരു വെളുത്തുള്ളിയുടെ ഫുള്ളായിട്ടുള്ളത് എടുക്കുക കേട്ടോ. അത് നല്ല വലിയ വെളുത്തുള്ളിയാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി നമ്മൾ ഒരു 2 പീസ് ഇഞ്ചിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി ഒരു 3 എണ്ണം അല്ലേ? 3 തക്കാളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി എന്താണ് ഇതൊന്ന് അരിഞ്ഞ് ഒതുക്കി സെറ്റ്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് ചെമ്മീൻ ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവനാണ് നമ്മുടെ മെയിൻ ഐറ്റം, ഈ ചുരുണ്ട് കിടക്കുന്ന ആൾ. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയിൽ നിന്ന് ഇട്ടിട്ടില്ലേ? ഇവിടെ ചട്ടിയല്ല, കോപ്പയെന്ന് മാത്രം. ഈ ഒരു പാത്രത്തിൽ ചെമ്മീൻ നമ്മ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് ഇങ്ങനെ എടുത്തേക്കണേണ്. അതിനെ നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു മസാലയൊക്കെ അതിൻ്റെ കൂട്ടൊക്കെ വന്ന് ഇവനങ്ങോട്ട് വെച്ച് ഒരു ദമ്മടിച്ചാലാ അല്ലേ? ഇവിടെ നമ്മൾ ഒരു 1/2 കിലോളം ചെമ്മീനാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഈ ഒരു ചെമ്മീൻ ബിരിയാണിക്ക് ആവശ്യമായിട്ട് നമ്മളിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പോണി നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഇതാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ദമ്മ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോണി ഇതാണ്. അത് കത്തിച്ച് ഒരു 2 ലിറ്ററോളം വെള്ളം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ളത് പൊടിയല്ല, അത് അങ്ങനെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. അതായത് കുരുമുളക്, തക്കോലം, കറിയാമ്പു, കറുകപ്പട്ട, ഏലക്ക, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ 1 കിലോ ബസുമതി റൈസാണല്ലോ നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് കുറേ ഒന്നും വേണ്ട. നമുക്ക് എന്തും കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രുചി കയറി നിൽക്കുകയും എല്ലാം ആവശ്യത്തിന് മതിയല്ലോ. അപ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എല്ലാം കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല തിളക്കുമ്പോൾ ഈ റൈസ് നമുക്ക് ഇടാം. എന്തായാലും വെള്ളം തിളച്ച് വരാൻ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് സവാള വഴറ്റുക. അതിലേക്ക് നമ്മുടെ പൊടികളായ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി അത് കഴിയുമ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് 3 തക്കാളി എടുത്തിട്ടുണ്ടല്ലോ, അത് അരിഞ്ഞതാ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നൊരു മിക്സിയിൽ അടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ അത് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ബാമോനെ ബാ, ഞാനിതായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിലാണ് ആരതി നടക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യണതും ഒക്കെ ആരതി തന്നെയാണ്. നല്ല സപ്പോർട്ടാണ്. എൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ മല്ലിയിലയും പുതിനയിലയാണ് ഇവിടെ നമ്മൾ എടുത്തേക്കണത്. അത് അമ്മ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ മല്ലിയിലയും പുതിനയില എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മല്ലിയില ഇച്ചിരി കൂടി എടുക്കണം. എന്നാൽ പുതിനയില അത്രയും വേണ്ട, മല്ലിയില അത്രയും തന്നെ പുതിന എടുക്കണ്ട. കാരണം ഒരു ടേസ്റ്റിനൊരു കുത്തൽ കയറി നിൽക്കും പുതിനയുടെ. അപ്പോൾ അതുകൊണ്ടിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മല്ലിയില ആയിരിക്കണം കുറച്ച് കൂടുതൽ നിൽക്കേണ്ടത്. അത് അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് എടുത്തിടുക, നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ കൗണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾ എപ്പോഴും ഉള്ളത് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആശാനായ ഈ ചെമ്മീൻ ഈ ഒരു പാത്രത്തിലേക്ക്
പാത്രമല്ല ചട്ടിയിലേക്ക് തട്ടുക. ചെമ്മീൻ ആ വെള്ളത്തോട് കൂടി വേണം, നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളത്തോട് കൂടി വേണം ചേർക്കാനായിട്ട്. വെള്ളം കളയുക അങ്ങനെ ഒന്നും ആരും ചെയ്യരുത്. പിന്നെ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു നന്നായിട്ട് ആ ഒരു ഗ്രേവി പിടിക്കാനായിട്ട് ഒരു കുഴമ്പ് പരുവത്തിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അധികം അങ്ങോട്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ച് ഇതാക്കരുത്, കാരണം നമ്മൾ ഓൾറെഡി ചെമ്മീൻ വേവിച്ചതാണ്, അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. പിന്നെ നെക്സ്റ്റ് നമ്മുടെ തിളച്ച് വന്നേക്കണ നമ്മുടെ ചോറിനകത്തേക്ക് ഒരു നാരങ്ങ ഫുള്ള് അത് പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അവിടെ മൂടി വെക്കുക. പിന്നെ നമ്മൾ ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടിയിട്ട് ചേർക്കുക. എന്നിട്ട് ഒരു നേര് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യുക. അതിന് ശേഷം നമ്മളിവിടെ ചെയ്യണത്, ചോറ് നന്നായിട്ട് തിളച്ച് അത് പിന്നീട് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മളെന്താണ് ദമ്മടിക്കാനുള്ള പുറപ്പാടാണ്. ദമ്മടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മുടെ ചെമ്മീൻ ലെയറാക്കി ഇടുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ബസുമതി റൈസ് ആഡ് ചെയ്യുക. അങ്ങനെ പിന്നെയും നമ്മുടെ ചെമ്മീൻ ലെയറാക്കുക, ബസുമതി റൈസ് ആഡ് ചെയ്യുക. പിന്നെ ചെമ്മീൻ ലെയറാക്കാനായിട്ട് ചെമ്മീൻ ഇല്ല, നമുക്ക് 2 പ്രാവശ്യം ലെയറാക്കാനുള്ളേ ഉള്ളൂ. അതിനുശേഷം 2 ഇതായിട്ട് തന്നെ റൈസും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അറ്റ് ലാസ്റ്റാണ് നമ്മുടെ ഡെക്കറേഷൻ, കലാശക്കൊട്ടായിട്ടുള്ള ഡെക്കറേഷനിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മിസും. അത് നന്നായിട്ട് ഒരു നെയ്യിനകത്തേക്ക് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നല്ല ആർട്ട് വർക്കായിട്ട് നന്നായിട്ട് വിതറി അങ്ങനെ ഇടുക. അതങ്ങോട്ട് സെറ്റായി കഴിഞ്ഞ് നമ്മൾ മൂടി വെക്കുക. അതിന് ശേഷം വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ ഒന്നും കൂടി ഇട്ടിട്ട് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ നെയ്യോളും കൂടി ആഡ് ചെയ്യുന്നത് വളരെയധികം രുചിക്ക് നല്ലതായിരിക്കും. അതിനുശേഷം പ്ലേറ്റ് എടുക്കുക, സാലഡ് ആഡ് ചെയ്യുക, അച്ചാർ ആഡ് ചെയ്യുക, ഭംഗിക്ക് ഒരു കോഴിമുട്ടയും കൂടി വെക്കുക. ഓൾറെഡി നമുക്ക് ചെമ്മീനൊക്കെ ചോറായിട്ട് മിക്സ് ആയതുകൊണ്ട് തന്നെ ഞാറ് സാലഡ് വെച്ചിട്ട് നല്ലൊരു പിടി അങ്ങോട്ട് പിടിക്കുക. വേറെ എന്ത് നോക്കാനാ അല്ലേ? അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.